നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഊർജ്ജസ്വലനും കർമ്മധീരനുമായ പ്രിയപ്പെട്ട പ്രസിഡന്റ്, മിന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്നേഹഭാജനം മിന്റ് ശിഹാബ് ക, ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരാം എന്നേറ്റ നമ്മുടെ ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന നിയോജക മണ്ഡലത്തിൻ്റെ MLA കൂടിയായിട്ടുള്ള പി ഉബൈദുള്ള സാഹിബ്, വേദിയിലും സദസ്സിലുമുള്ള ഏറെ സ്നേഹനിധികളായ ശിഹാബുമാരെ, അവരുടെ കുടുംബാംഗങ്ങൾ, ശിഹാബുമാരുടെ രക്തത്തിൽ ഭുജാതമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, കുട്ടികൾ, നേരത്തെ ഇവിടെ നമ്മുടെ ഈ പരിപാടിയുടെ സമാരംഭം മുതൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സന്തോഷകരമായ ഒരൊത്തുകൂടലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഊരറിയാതെ കേവലം നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ടവരോ നമുക്ക് ചാർത്തിത്തന്ന ശിഹാബ് എന്ന നമ്മുടെ പേരിന്റെ ആ ഒരു ഒത്തൊരുമയിലും പൊലിമയിലും ഒരുമിച്ച് കൂടിയവരാണ് നമ്മളെല്ലാവരും. ഈ ഒരുമിച്ച് കൂടലിന്റെ പിന്നിൽ ആർക്കും തന്നെ ഒരു വ്യക്തിപരമായ താല്പര്യം ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ബോധ്യമാണ്. കാരണം ഒരേ പേരുള്ളവർ അവർ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. അവർ വളരെ സ്നേഹസാന്ദ്രമായ ഒരു ഒത്തൊരുമയോടുകൂടി കൂടപ്പിറപ്പുകളെ പോലെ ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹ മനസാക്ഷികളിൽ നിന്ന് സ്നേഹം അകന്നു പോകുമ്പോൾ പരസ്പരം ഒരുമിച്ചിരിക്കുവാനും ചിരിക്കുവാനും കുശലാന്വേഷണം നടത്തുവാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും മാനവരാശി മറന്നു പോകുന്ന, എല്ലാവരും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നിൽ എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം പുഷ്ടിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ രാപ്പകലില്ലാതെ മുഴുകിക്കൊണ്ടിരിക്കണമെന്ന് ചിന്തിക്കുന്ന, കേവലം സ്വാർത്ഥ താല്പര്യങ്ങളുടെ ആൾരൂപമായിട്ട് നമ്മുടെ നാടും മനസാക്ഷിയും അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്റെ പേരിലുള്ള ആളുകൾ, ആ ശിഹാബുമാർ, അവരെന്റെ കൂടപ്പിറപ്പിനെ പോലെയാണ്. വ്യത്യസ്ത ഗർഭപാത്രങ്ങളിൽ അവർ ജനിച്ചു പോയെങ്കിലും അവരെല്ലാവരും എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, എന്റെ രക്തമാണ് എന്നുള്ള വളരെ അമൂല്യമായിട്ടുള്ള ഒരു ചിന്തയാണ് ഇന്ന് ഈ വിശാലമായ ഈ ഹാളിൽ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ മനോവീര്യമുണ്ട്, നിതാന്തമായ പരിശ്രമമുണ്ട്, അവിടെ കഠിനാധ്വാനമുണ്ട്. നമ്മളെല്ലാവരും ഇന്നലെ സുഗന്ധദ്രയിൽ കരിമ്പിടം പുതച്ച് ഉറക്കിന്റെ ആലസ്യത്തിൽ മയങ്ങുമ്പോ നമ്മെ സൽക്കരിക്കുന്നതിന് വേണ്ടി, നമുക്ക് ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി, നമുക്ക് പരസ്പരം അസ്തുദാനം ചെയ്യുന്നതിന് വേണ്ടി, ഇത്തരത്തിലുള്ള ഒരു സദസ്സ് ഇവിടെ ഒരുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഈ സംഘടനയുടെ, ഈ കൂട്ടായ്മയുടെ, ഇതിന്റെ മുന്നണി പോരാളികൾ ഇവിടെ പരിശ്രമിക്കുകയായിരുന്നു. അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ പരിപാടി നടക്കുന്നത് 5ാമത്തെ വാർഷിക സമ്മേളനമാണ്, അല്ലെങ്കിൽ 5ാമത്തെ ഇത്തരത്തിലുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരുമിച്ച് കൂടലാണ്. പല കൂട്ടായ്മകളും നാട്ടിൽ വരുന്നുണ്ട്. എല്ലാത്തിന്റെ പേരിലും ഗെറ്റ് ടുഗദർ നടക്കുന്ന ഒരു അഭിനവ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ കൂട്ടായ്മ വ്യത്യസ്തമായി നിലകൊള്ളുന്നത്. ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്, എല്ലാ മേഖലയിലും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും
വ്യത്യസ്ത മേഖലയിൽ, അത് സാമൂഹിക, സാംസ്കാരിക, കല അല്ലെങ്കിൽ തൊഴിൽപരമായ മേഖലകളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ സദസ്സിൽ വന്ന് നിൽക്കുമ്പോൾ, ഈ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം സ്നേഹസാധ്യമായിട്ടുള്ള, പരസ്പരം സാന്ത്വനം നൽകുന്ന, സാഹോദര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ കൂട്ടായ്മയുടെ മുന്നിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസവും ഊർജവും മറ്റെന്തെല്ലാക്കളും ഉപരിയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക. നമുക്കറിയാം, നേരത്തെ ഇവിടെ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ക്ഷണിക്കപ്പെട്ട നമ്മുടെ കൊല്ലം ജില്ലയിലെ കോട്ടയം ജില്ലയിൽ നിന്ന് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ശിഹാബ്, അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് ഇന്നിവിടെ വെച്ച് കാണുന്നത്. അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കി നമ്മെ ഭക്ഷിപ്പിക്കുന്നതിന് വേണ്ടി നല്ല മധുരമാർന്ന, നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലെ? എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കുടുംബ ബന്ധം നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കില്ല. അദ്ദേഹവുമായിട്ടുള്ള ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹവുമായിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുഹൃത ബന്ധത്തിന്റെ ഏതെങ്കിലും ഇന്നലകളെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു പരിചയവുമില്ലാതെ ശിഹാബ് എന്ന പ്ലാറ്റ്ഫോമിലുള്ളവൾ അവരെന്റെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ സഹോദരിമാരാണ്. അവരെന്റെ കൂടെ നിലകൊള്ളേണ്ടവരാണ്. അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് എന്റെ കർത്തവ്യമാണ്, അതെന്റെ ജീവിത അഭിലാഷമാണ് എന്ന വളരെ സ്നേഹസാന്ദ്രമായ ഒരു മാനസികമായിട്ടുള്ള മൈൻഡ് സെറ്റ് അത് അദ്ദേഹത്തിന് രൂപപ്പെട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ ആ നമ്മയൊക്കെ ഒരു സ്നേഹഭാചനമായി കണ്ടതുകൊണ്ടാണ് ആ മധുരം നമുക്കായി ഈ സദസ്സിൽ, അല്ലെങ്കിൽ ഈ വേദിയിൽ, ഈ ഓഡിറ്റോറിയത്തിന്റെ അങ്കണത്തിൽ സ്നേഹം വിടർത്തി അദ്ദേഹം വിതരണം ചെയ്തത്. വേറെ ഒരു ലിങ്കും അദ്ദേഹവുമായി നമുക്കില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും, എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള ശിഹാബുമാരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഊർജം നൽകുന്ന പണിപ്പുരയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയാനുള്ള ഏത് പ്രതിസന്ധികളിലും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു. അത് നമ്മൾ പെരുപ്പിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ മുമ്പിൽ വീറ് നടിക്കാനും പോര് നടിക്കുവാനുമുള്ള ഏകകമായി നമ്മൾ കാണരുത്. നമ്മുടെ ഈ ഉദ്ദേശം ഏറ്റവും ഉദാത്തമായ ഒരു അമലായിട്ട് നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ പേരിലുള്ളവർ, ഈ പേരിന്റെ പേരിൽ നമ്മൾ നെഞ്ചോട് ചേർത്തവർ, അവരെവിടെങ്കിലും പ്രയാസം അനുഭവിക്കുമ്പോൾ, ഇന്ന് നേരത്തെ ഇവിടെ വന്ന കോട്ടയം ജില്ലക്കാരൻ ഇവിടെ വരുമ്പോ ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു, അദ്ദേഹം രാവിലെ വന്ന് റൂം എടുത്തെന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ റൂം എടുക്കരുത്, ഈ കാണുന്ന ഈ ഹാളിനകത്തുള്ള മുഴുവൻ ശിഹാബുമാരും അവരുടെ വീടും നിങ്ങളുടെ വീട് പോലെയാണ്. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഈ സന്ദേശം നമ്മൾ ഇവിടെ കൈമാറുന്നത്. ഒരു പ്രയാസം വരുമ്പോൾ കേരളത്തിന്റെ ഏറ്റവും വലിയ തെക്കേറ്റമായിട്ടുള്ള പാറശാല മുതൽ ഈ സംസ്ഥാനത്തിന്റെ വടക്കതിർത്തിയായിട്ടുള്ള മഞ്ചേശ്വരം വരെ വിശാലമായി പരന്നു കിടക്കുന്ന ഭൂമികയിൽ ആരെങ്കിലും എവിടെയും വെച്ച് ഒരു പ്രയാസത്തിൽ പെടുകയാണെങ്കിൽ, എന്നെ ആര് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും എനിക്ക് എവിടെ ഏതെങ്കിലും പ്രതിസന്ധി വന്നാൽ എന്റെ പേരിന്റെ നാമം ചേർത്തിട്ടുള്ള പാറ പോലെ എന്റെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ, പേര് പോലെ സൂചിപ്പിക്കുന്നത് പോലെ എനിക്ക് ആത്മവിശ്വാസത്തിന്റെ ചെങ്കോൽ എന്റെ കൈകളിലേക്ക് എന്താൻ ആയിരം ഉൾക്കരുത്തുള്ള വിശാല സ്നേഹ സമ്പന്ന മനസ്സുള്ള ശിഹാബുമാർ ഈ അങ്ങോളം ഇങ്ങോളം കേരളക്കരയിൽ ഉണ്ട് എന്നുള്ള ബോധ്യമാണ് എന്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളെ, ശിഹാബുമാരെ, നമ്മുടെ മനോമുഖരങ്ങളിലേക്ക് ആവേശമായി കടന്നു വരേണ്ടത്. എവിടെ പോയാലും കുടുങ്ങാത്തൊരവസ്ഥ, അതാണ് ഇന്ന് നമുക്ക് ബാക്കിയായിട്ടുള്ളത്. ഇന്ന് മനുഷ്യനില്ലാത്തതും അതാണ്. കുടുംബങ്ങൾ തമ്മിൽ അകലുന്നു. കുടുംബം നമുക്കറിയാം, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്ന് നമ്മൾ ഒരു ശിഹാബ് ഇവിടെ പ്രസംഗിച്ചത് നമ്മൾ കേട്ടു. ഇന്നെന്താണ് അവസ്ഥ? പരസ്പരം പോരിന്റെ ഇടമായി കുടുംബങ്ങൾ അതമ്പതിക്കുകയാണ്. പരസ്പരം ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റി കുത്തി നിറച്ച്, അവൻ എന്നോട് മിണ്ടാൻ വന്നാൽ എനിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുമോ, അവൻ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ ഞാൻ അതിനെന്തെങ്കിലും രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരുമോ, ഇങ്ങനെയുള്ള വേവലാതിയുടെ പേരിൽ വളരെ ഉദാത്തമായ കുടുംബബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വരെ സമ്പന്നതയുടെ പിറകിലോട്ട് പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുന്ന ഒരു വേദനാജനകമായ ഒരു സാഹചര്യം. കുടുംബത്തിൽ 5 മക്കളുണ്ടെങ്കിൽ ഏറ്റവും സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ആൾ, അവനോട് പ്രത്യേകമായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും, സൊസൈറ്റിക്ക് പോലും, സമൂഹത്തിന് പോലും, സമ്പത്തില്ലാത്ത ഒരു മകനെ കാണുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒരു പക്ഷേ ഈ സമ്പത്തുള്ള ആളുകളോട് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ കാണുകയാണ്. ആർക്കാണോ സമ്പത്ത്, കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നമ്മുടെ മഹല്ലുകളിലായാലും നമ്മുടെ നാടുകളിലായാലും നമ്മുടെ സംസ്ഥാനത്താണെങ്കിലും മറ്റെല്ലാ സീമകളെയും അതിർവരമ്പുകളെയും ലംഘിച്ചുകൊണ്ട് സമ്പത്തിന്റെ പുറകെ മാനുഷിക ബന്ധങ്ങൾക്ക്, മാനുഷിക മൂല്യങ്ങൾക്ക്, എനിക്കറിയാം, ഞാനൊരു അഭിഭാഷകനായതുകൊണ്ട് 100% എനിക്ക് ഉറപ്പോട് പറയാൻ സാധിക്കും, ഒരുപാട് സ്വത്ത് മക്കൾക്ക് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കും. എന്നിട്ട് സിവിൽ കോടതിയുടെ വരാന്തകളിൽ ഈ മക്കൾ നാളെ തമ്മിലടിക്കുകയാണ്.
എനിക്ക് മുൻപിലുള്ള ഭാഗം വേണം, അല്ലെങ്കിൽ തന്റെ വാപ്പ, നമുക്കറിയാം, നമ്മൾ ഇത് ഈ ഒരു സന്ദേശമായി നിങ്ങൾ ഉൾക്കൊള്ളണം. രാവും പകലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ശിഹാബുമാർ വ്യത്യസ്തമായി നിൽക്കണം. ഞങ്ങൾക്ക് ജീവിതത്തിൽ നമുക്ക് ബാക്കിയാവുന്നത് നമ്മൾ ചെയ്ത സുഹൃതങ്ങളാണ്, നമ്മുടെ ഈ ഇരുത്തമാണ്, നമ്മുടെ ഈ സദസ്സാണ്, നമ്മുടെ ഈ അസ്തദാനമാണ്, നമ്മുടെ ഈ ഒരുമിച്ച ഭക്ഷണം കഴിക്കലാണ്, അതിനുശേഷമുള്ള റാഹത്തോടു കൂടിയുള്ള നമ്മുടെ സംവാദങ്ങളാണ്, നമ്മുടെ സ്നേഹസമ്പന്നമായ പുഞ്ചിരികളാണ്. നമ്മുടെ മക്കൾ ഇന്നിവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ ഇത് കാണുന്നുണ്ട്, അവരിത് കണ്ടു വളരട്ടെ. നാട് അസ്വസ്ഥതയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ, പരസ്പരം ചോര കുടിക്കുമ്പോൾ, സമ്പത്തിന്റെ പേരിൽ സാഹോദര്യം മറന്നുകൊണ്ട് ഈ രാജ്യത്ത് മറ്റുള്ള മയക്കുമരുന്നിലേക്കും ലഹരിയിലേക്കും അല്ലെങ്കിൽ മൊബൈൽ പോലുള്ള അഡിക്ഷനിലേക്കും അല്ലെങ്കിൽ വാപ്പയെ മറന്ന് ഉപ്പയെ മറന്ന് കടപ്പാടുകൾ മറന്ന് അരാജകത്വത്തിലെ വഴികളിലേക്കോ നീചതന്ത്രങ്ങളുടെ കുടിലതന്ത്രങ്ങളിലേക്ക് അവർ വഴിമാറി പോകുമ്പോൾ ശിഹാബുമാരുടെ ഇത് കണ്ടുപഠിക്കട്ടെ, നമ്മുടെ പിഞ്ചോമനകൾ ഇത് കണ്ടുപഠിക്കട്ടെ. കേവലം ഒരു താല്പര്യവുമില്ലാതെ, ഞാൻ അതാണ് പറഞ്ഞത്, ഇതിന്റെ പിന്നിൽ ഒരു താല്പര്യവുമില്ല. ഈ ഒരുമിച്ച് കൂടൽ, നമ്മുടെ ആയുസ്, നമ്മുടെ ചോദ്യം ചെയ്യപ്പെടുന്ന നമ്മുടെ ആയുസ്, ഇതൊരു കൂട്ടമാണ്. സുഹൃത്തുക്കളുടെ പേരിൽ ഒരുമിച്ച് കൂടിയ കൂട്ടം, നന്മയുടെ പേരിൽ ഒരുമിച്ച് കൂടിയ കൂട്ടം, ഐക്യത്തിന്റെ പേരിൽ ഐക്യമാണ് ഏറ്റവും വലുതെന്ന് വിളിച്ചോതുന്ന ഒരു ഉത്തമ സദസ്സായിട്ട് നമ്മുടെ ഈ സദസ്സ് മാറിയിരിക്കുകയാണ്. വിശാലമായ സദസ്സ്. ശിഹാബുമാരെ കുറിച്ച് ഞാൻ ചില സമയത്ത് ഒഴിഞ്ഞിരിക്കും ആലോചിക്കാറുണ്ട്. എവിടെ ശിഹാബുമാരുണ്ടെങ്കിലും, സംസാരം അധികമുണ്ട്, എവിടെ ശിഹാബുമാരുണ്ടെങ്കിലും അവര് നാട്ടിലെ സാമൂഹിക സന്നദ്ധ മേഖലകളിൽ സജീവമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, ഇവിടെ ഇരിക്കുന്ന ശിഹാബുമാരുടെ സഹധർമ്മിണികൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അഭിമാനത്തോട് പറയുക, എന്റെ ഇക്കയുടെ പേര് ശിഹാബാണ്, അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന്. നിങ്ങൾ അവരോട് അഭിമാനത്തോടു കൂടി, മനസ്സിൽ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ആ ഒരു ആവേശം നിങ്ങൾക്കുണ്ടാവണം എല്ലാ മേഖലയിലും. അത് നമ്മൾ ഇവിടെ നമ്മുടെ സംഗമത്തിൽ കേവലം ഒരു വീമ്പ് പറച്ചിലായിട്ട് നിങ്ങൾ കൂട്ടണ്ട. അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ, പടച്ചവൻ പടച്ചു വിട്ടതുപോലെ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷകരമായ ഒരു സാഹചര്യം നമ്മുടെ പേരിൽ അല്ലെങ്കിൽ ആ നാമം ചേർത്ത ആളുകളിൽ അവരുടെ ജീവിത മൂല്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ സുഹൃതം നിലനിൽക്കണം. ഒരുപാട് അസോസിയേഷനുകൾ, ഫെലോഷിപ്പുകളൊക്കെ നാട്ടിൽ ഇങ്ങനെ കൂനുപോലെ പൊന്തി വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് ആളുകളെ തടിച്ചുകൂട്ടി, ആളുകളുടെ എണ്ണപ്പെരുപ്പ് കാണിച്ച് ഒരിക്കലും നമ്മൾ ആരെയും ഭയപ്പെടുത്താമെന്ന് കരുതണ്ട. ഉള്ളത് 10 എണ്ണമാണെങ്കിൽ ആ 10 ശിഹാബുമാർ ഈ സമൂഹത്തിന് എന്ത് ചെയ്തു? മറ്റു ശിഹാബുമാർക്ക് എന്ത് ചെയ്തു കൊടുത്തു? തന്റെ അയൽവാസിയായുള്ള തന്റെ നാട്ടിലുള്ള ഒരു ശിഹാബ് അവിടെ വേദന അനുഭവിക്കുമ്പോൾ, അവന് കയറിക്കിടക്കാൻ പാർപ്പിടമില്ലാതെ എല്ലാവരും സുഖനിദ്ര പുൽകുമ്പോൾ, അല്ലെങ്കിൽ AC വൽക്കൃത മണിമന്ദിരങ്ങളിൽ അന്തി ഉറങ്ങുമ്പോൾ, വീടായ റൂമുകളിലൊക്കെ AC കിടന്ന് രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ സുഖലോലിപ്പേരായി കഴിച്ചുകൂടുമ്പോൾ, എന്റെ അപ്പുറത്തെ ശിഹാബിന് കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാതെ, വാടക വീട്ടിൽ പ്രയാസപ്പെട്ട് ദൈനംദിന ജീവിത സാഹചര്യങ്ങൾക്ക് പോലും മുന്നോട്ട് പോകാൻ സാധിക്കാതെ പ്രയാസപ്പെടുമ്പോൾ, ആ ശിഹാബുമാർ എന്റെ പേരാണെങ്കിലും അവൻ എന്റെ കൂടപ്പിറപ്പാണ്. അവന് വീടൊരുക്കാൻ, അവനൊരു ഭവനമൊരുക്കാൻ, അവന്റെ കുടുംബത്തോടൊപ്പം എന്റെ സുഖ സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും കയറിക്കിടക്കാൻ, മഴ പെയ്യുമ്പോൾ പരസ്പരം കണ്ണിലേക്ക് നോക്കി എങ്ങോട്ട് പോകുമെന്നറിയാതെ വാടക കൊടുക്കാൻ സാധിക്കാതിരിക്കുന്ന ഏതെങ്കിലും ഒരു ശിഹാബുമാരുണ്ടെങ്കിൽ, അവർക്ക് വലിയ ഭവനം ഒരുക്കാൻ സാധിച്ചില്ലെങ്കിലും അവര് കാക്ക കൂടൊരുക്കുന്നത് പോലെ അവർ കൂടൊരുക്കുമ്പോൾ അതിന് ഒരു ടൈൽ കഷ്ണമെങ്കിലും അല്ലെങ്കിൽ ഒരു സിമന്റ് ചാക്ക് പോലും നമുക്ക് നൽകാൻ സാധിച്ചാൽ നമ്മുടെ ഈ പുണ്യം, ഈ കർമ്മം, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ 100% വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടൽ. പല കൂട്ടായ്മകളും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല, ആരെയും അധിക്ഷേപിക്കുകയില്ല. അവരൊക്കെ അവരുടേതായ മേഖലയിൽ വളരെ സുസജ്ജമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ കൂടട്ടെ. പേരിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു കൂട്ടായ്മകളൊക്കെ വർദ്ധിച്ചു വരട്ടെ. വ്യക്തിപരമായി അത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇത് വമ്പ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദിയായിട്ട് നമ്മൾ കാണണ്ട. ഇതിന്റെ പിന്നിൽ ഉദാത്തമായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട ശിഹാബുമാരെ, ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി. പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് മരുന്ന് നൽകുന്നു, മരുന്നിന് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നു. അതുപോലെ ആശ്വാസകരമായ കാര്യങ്ങൾ ചെയ്യേണ്ടിടത്ത് വളരെ ഇടപെട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാരത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ എവിടെ ഇടപെടൽ നടത്തണോ ആ ഇടപെടൽ നടത്തുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഞാൻ ഒറ്റക്കല്ല. ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് പിരിയുമ്പോൾ നമ്മുടെ മനോമുകുരങ്ങളിൽ തെളിഞ്ഞു വരുന്ന ഒരു ഊർജ്ജമുണ്ട്. ഞാൻ ഒരു ശിഹാബാണെന്ന് മാറി നിന്നെങ്കിൽ ഇന്ന് ഞാൻ പല ശിഹാബുമാരായിട്ടാണ് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പടിഞ്ഞിറങ്ങുന്നു പോകുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനോമുകുരങ്ങളിലേക്ക് വരണം. നമ്മളെല്ലാ മേഖലയിലും ഊർജ്ജസ്വലരായിട്ട് വളരണം. ഏത് മേഖലയിലാണെങ്കിലും, വിദ്യാഭ്യാസ വൈജ്ഞാനിക മേഖലയിൽ നമുക്ക് ഉയരാൻ സാധിക്കുമെങ്കിൽ, നമുക്കതിന് ഭാഗ്യം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ വളരണം. നമ്മുടെ ഈ സമൂഹത്തിന്റെ ഏറ്റവും നല്ല ഐഡിയൽ പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ വളരണം. എവിടെ ചെന്നാലും ശിഹാബുമാർക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടാവണം. അത് ഈ കാലവും സമൂഹവും നമുക്ക് അംഗീകരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ എവിടെയും മോശപ്പെടാത്ത രീതിയിൽ
അല്ലെങ്കിൽ ശിഹാബുമാരുടെ പേരിനോ സമൂഹത്തിനോ ദോഷകരമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തന സരണിയിൽ സുസജ്ജമായിക്കൊണ്ട് എല്ലാവിധ ലഹരിയുടെയും കുടിലതയുടെയും നീചതന്ത്രങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആർക്കും കൊത്തിയെടുക്കാൻ സാധിക്കാതെ, സാമൂഹ്യ ദ്രോഹികൾക്ക് കൊത്തിയെടുക്കാൻ സാധിക്കാത്ത, ഈ രാജ്യത്തെ രാജ്യദ്രോഹികൾക്ക് കുത്തിയെടുക്കാൻ സാധിക്കാത്തതാ, ഈ രാജ്യത്തെ വർഗീയവാദികൾക്ക് കുത്തിയെടുക്കാൻ സാധിക്കാത്ത അങ്ങനെയുള്ള ഏത് കൈകന്മാരുടെയും കണ്ണിൽപ്പെടാതെ ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണ പോലെ ശിഹാബുമാരെ സംരക്ഷിക്കാൻ എന്നും ആൾ കേരള ശിഹാബ് ഫെലോഷിപ്പ് സുസജ്ജമായി ഇവിടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഈ സദസ്സ് നൽകുകയാണ്, ഈ നേതൃത്വം നൽകുകയാണ്. അവർക്കൊന്നും ഏർപ്പാടില്ലാത്തവരല്ല. ഇന്ന് നമുക്കറിയാം, ബിന്ദു ശിഹാബ് എനിക്കറിയാം, നേരത്തെ അലൈവിലെ ശിഹാബ് സംസാരിക്കുകയായിരുന്നു. അവരുടെ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുന്നതിന് ഏറ്റവും പീക്ക് ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്റെ തൊഴിൽപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് നൽകാത്ത സംതൃപ്തി, അവിടെ എത്ര നട്ടങ്ങൾ നമ്മൾ സംഭവിച്ചാലും ശിഹാബുമാരെന്നുള്ള ഈ ഒരൊറ്റ ഒരു ആവേശത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു താല്പര്യത്തിന്റെ പുറത്ത്, ഒരു സ്നേഹസുദൃഢമായ ഒരു ബന്ധത്തിന്റെ പുറത്ത് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം അതാണ്, നമുക്ക് കിട്ടേണ്ട ഒരു പൊട്ടൻഷ്യൽ അതാണ്, നമുക്ക് കിട്ടേണ്ട ഒരു എനർജി അതാണ്. എന്റെ കൂടെ ആളുണ്ട്, ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരെന്നെ പുറമ്പോക്കിലേക്ക് തട്ടിയാലും, കാലഘട്ടത്തിന്റെ അവനകിലേക്ക് എന്നെ ആര് തള്ളിയിട്ടാലും, ആകാശ നീലിമ നോക്കി എനിക്ക് സ്നേഹസാന്ദ്രമായ ഒരു കൂടാരം ഒരുക്കാൻ, സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങളും അസുലഭ മുഹൂർത്തങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ എനിക്ക് എന്റെ ശിഹാബുമാരുണ്ട്, അവരെ കുടുംബമുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയായിരുന്നു, ഈ പ്രാവശ്യം നമ്മൾ കുടുംബം കൂടി ഇവിടെ അറിഞ്ഞു. നമ്മൾ ഈ കേവലം ഈ ഒരു കൂടുതലും കുറച്ച് കുട്ടികളുടെ പരിപാടിയും കലാപരിപാടിയും അല്ലെങ്കിൽ ഇവിടുത്തെ ഓർക്കസ്ട്രയും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് ഫ്രീ ആയി പോരുത്. ഉച്ച കിട്ടുന്ന സമയം ഏകദേശം 1 മണിയോട് കൂടി, ഞാനിപ്പോൾ MLA വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സുദീർഘമായി കുറച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആ സെഷൻ ആരംഭിക്കുന്നതോട് കൂടി അതിലൊക്കെ നമ്മൾ വളരെ സജീവമായിട്ടിരിക്കുക. കേവലം ഒരു ചടങ്ങിന് വേണ്ടി ഒരുമിച്ച് കൂടി വെറുതെ വിലപ്പെട്ട നമ്മുടെ സമയം വളരെ പ്രീഷ്യസ് ആണ്. നമുക്കറിയാം, ഓരോ മൊമെന്റും നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ആ മൊമെന്റ്സ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരസ്പരം പരിചയപ്പെടുക, ആണുങ്ങൾ പരസ്പരം കൈ കൊടുക്കുക, ഹസ്തദാനം ചെയ്യുക, പുഞ്ചിരിക്കുക, അട്ടഹസിക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. പെണ്ണുങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകൾ തമ്മിൽ പരസ്പരം സംസാരിക്കുക, കുട്ടികൾ സംസാരിക്കുക. ഇങ്ങനെ പരസ്പരം അവരുടേതായ രീതിയിലുള്ള ഏതൊക്കെ രീതിയിൽ പരിചയപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല ഒരു തുറന്ന മനസ്സോടുകൂടി, സങ്കുചിത ചിന്താഗതി നമ്മുടെ അജണ്ടയിലില്ല, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു താല്പര്യങ്ങളും നമ്മുടെ അജണ്ടയിലില്ല. വളരെ സ്നേഹസാന്ദ്രമായ രീതിയിലുള്ള ഒരു കൂടിച്ചേരലും ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ സദസ്സ് വഴി നമുക്ക് ഉണ്ടാവണം. അതൊരു പ്രധാനമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുത്തുമാലയിലെ മുത്തുകളെ പോലെ കോർത്തിണങ്ങി ജീവിക്കുന്നവരാണ് നമ്മൾ. മുത്തുമാല നിങ്ങൾക്കറിയാം, ആ മുത്തുമാലയിലെ ഒരു മുത്തിന് പോലും അധികമായിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ നമ്മളെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു ചീർപ്പിലെ പല്ലുകളെ പോലെയാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു ചീർപ്പിലെ ഒരു പല്ലിന് പോലും വ്യത്യസ്തമായിട്ടുള്ള